الشيطان الرجيم. بسم الله الرحمن الرحيم. الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ച് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണോ, വസീയത്ത് ചെയ്യുകയാണോ? പടച്ച റബ്ബ് നാം ജീവിക്കുന്ന കാലമത്രയും റബ്ബിനെ സൂക്ഷിച്ചും തഖ്വയുള്ളവരുമായി ജീവിക്കാൻ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ജീവിക്കുന്ന 800 കോടി മനുഷ്യരിൽ 200 കോടിയോളം വരുന്ന വിശ്വാസി സമൂഹം അവരുടെ വിശ്വാസം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടും കണ്ടും മനസ്സിലാക്കിയുമുള്ള ഒരു വിശ്വാസമല്ല. നമ്മുടെ അള്ളാഹുവിലും പരലോകത്തിലും മരണാനന്തര ലോകത്തിലുമുള്ള വിശ്വാസം അത് അദൃശ്യമാണ്. നമ്മളിൽ ഒരാളും തന്നെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദർശിച്ചിട്ടില്ല. അവൻ്റെ മലക്കുകളിൽ നാം ദൃഢമായി വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നാം മലക്കുകളെ കണ്ടിട്ടില്ല. നാം ഈ ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് നാം ജീവിക്കുന്നത് മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന ഒരു ദൃഢമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ നമ്മളാരും സ്വർഗവും നരകവും നാം കണ്ടിട്ടില്ല. ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ മറഞ്ഞ കാര്യങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നും മലക്കുകൾ എൻ്റെ കർമ്മങ്ങളെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തുന്നുണ്ട് എന്നും മരണാനന്തരം ആ ലോകത്ത് എൻ്റെ നന്മ തിന്മകളെക്കുറിച്ച് വിചാരണയുണ്ട് എന്നുള്ള ആ അദൃശ്യമായ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ മറഞ്ഞ കാര്യങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആ വിശ്വാസത്തോടൊപ്പം വയുഖീമൂന സ്വലാ, കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കുന്നത്
ഒരു രോഗിയായ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ഒരു വിശ്വാസി അയാളുടെ അക്കൗണ്ടിൽ അയാളുടെ മൊബൈൽ നമ്പർ അയാളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് 50,000 1 ലക്ഷമോ രൂപ ഒരു രോഗിയായ മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് അയാൾ അയക്കാൻ അയാളെ പ്രേരിതമാക്കുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അല്ലാഹു ഉണ്ടെന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും ഒരു ദൃഢമായ ബോധ്യമാണ് സഹോദരങ്ങളെ. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കും. സുമ്മ ലം യർതാബു, പിന്നീട് അവർക്ക് സംശയമില്ല, അവരുടെ ഹൃദയത്തിൽ ചാഞ്ചാട്ടങ്ങളും അല്ലാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചും എൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഞാനത് കാണുന്നില്ലല്ലോ എന്ന സംശയമോ എന്ന സംശയത്തിലുള്ള ചിന്താഗതികളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കാരണം ഒരു ദൃഢമായ ബോധ്യമാണ് ഈ പരിശുദ്ധ ഖുർആനിലൂടെ. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ മണ്ണിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വൃക്ഷത്തെ ഉറപ്പിച്ചു നിർത്തുന്നത് പോലെ വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും മരണാനന്തര ലോകത്തിലുമുള്ള ഒരു ദൃഢമായ ബോധ്യവും വിശ്വാസവും നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സുമറിന്റെ 42-ാമത്തെ വചനം അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ പെട്ടെന്ന് ഒരു ശാരീരികമായ അസ്വസ്ഥത വന്നു. തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അയാളുടെ ശരീരം നിശ്ചലമായി. അവിടെ കൊണ്ടുവന്ന ആ രോഗികളുടെ കൂടെ വന്ന മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ആ രോഗി മരണപ്പെട്ടു പോയി. മരണപ്പെട്ടു പോയ ആ ലോകത്തെക്കുറിച്ച് ആ നിപുണനായ ഡോക്ടർക്ക് നിശബ്ദതയാണ് മറുപടി. ആധുനിക മെഡിക്കൽ സയൻസിന് നിശബ്ദതയാണ് മറുപടി. മരണാനന്തരം എന്താണ് സംഭവിക്കുന്നതെന്നും മരണസമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നും അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണത്തിൻ്റെ സന്ദർഭത്തിൽ ആത്മാവിനെ ഞാൻ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണാസന്നനായി കിടക്കുന്ന നമ്മുടെ മാതാവ് മരണവെപ്രാളം കാണിച്ചു. നാം വെള്ളം കോരി വായിലൂടെ അവർക്ക് ആശ്വാസം നൽകി. പിന്നീട് നിശ്ചലമാണ്. പിന്നീട് ഉമ്മ എന്ന് വിളിച്ചിട്ട് ആ ഉമ്മ വിളി കേൾക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരണത്തിൻ്റെ സന്ദർഭത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നാം പൂർണ്ണമായും നാം ഏറ്റെടുക്കും. എന്നാൽ മരണപ്പെട്ടു പോകാത്ത മനുഷ്യരെ ഒരു മരണത്തിൻ്റെ എക്സാമ്പിൾ എങ്ങനെയെന്ന്, മരണത്തിൻ്റെ ഒരു രൂപം എങ്ങനെയെന്ന് ഓരോ ദിവസത്തിലെയും രാത്രികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഭാഗത്തിൽ അതാണ് അല്ലാഹു പറയുന്നത്, വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, മരണപ്പെട്ടു പോകാത്ത മനുഷ്യരെ അവരുടെ ഉറക്കിൽ അവരെ നാം മരിപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് നാം ഉറക്കത്തിലേക്ക് നിദ്രയിലേക്ക് നീണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യക്കോ നമ്മുടെ മക്കൾക്കോ അടുത്തിരിക്കുന്ന ഒരാൾക്കും ഉറക്കത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് എന്താണെന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മരണപ്പെട്ടു പോകാത്ത മനുഷ്യരെ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ, അവരുടെ ഉറക്കത്തിൽ നാം അവരുടെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്ത്, ആ ഉറങ്ങുന്നതിനിടയിൽ ആ ഉറങ്ങുന്ന സന്ദർഭത്തിൽ അയാളുടെ മരണം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്ത്, അഥവാ അയാളുടെ ആത്മാവിനെ അല്ലാഹു പിടിച്ചു വെക്കും.
എത്രയോ സഹോദരങ്ങളാണ് ഇശാ നമസ്കാരത്തിന് നമ്മളോടൊപ്പമുള്ള സഹോദരന്മാർ. പ്രഭാത നമസ്കാരത്തിന് നമ്മുടെ മൊബൈലിലെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഇന്നലെ ഇശാഇനി എൻ്റെ കൂടെ നമസ്കരിച്ചെന്ന ആ സഹോദരൻ അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന എത്രയെത്ര വാർത്തകളാണ് ദിനേന എന്നോണം നാം വായിക്കുന്നത് സഹോദരങ്ങളെ. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന ഒരു സഹോദരൻ വെള്ളിയാഴ്ച പ്രഭാത നമസ്കാരത്തിന് ഒരു സ്ട്രോക്ക് വന്നു. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യമായ ഹോസ്പിറ്റലിലേക്ക് ആ സഹോദരനെ കൊണ്ടുപോയി. 3 ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ ബോധം അദ്ദേഹത്തിൻ്റെ സ്വബോധത്തിലേക്ക് വന്നില്ല. ഡോക്ടർ അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. എന്നാൽ ഇന്ന് പ്രഭാത നമസ്കാരത്തിൽ എഴുന്നേൽക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായി എന്നുള്ളതാണ്. പലരും മരണപ്പെട്ടു പോകുമ്പോഴും ഞാൻ ഈ ഭൂമിയിൽ എന്നും ഉണ്ടാകുമെന്ന പിശാചിൻ്റെ മിഥ്യാധാരണയിലാണ് നമ്മളൊക്കെയും ജീവിച്ചു പോകുന്നത് സഹോദരങ്ങളെ. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും റബ്ബറിയിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിനെ നാം പിടിച്ചെടുക്കുന്നു. മരണം ആരുടെയെങ്കിലും മേൽ നാം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ആത്മാവിനെ നാം പിടിച്ചു വെക്കും. എന്നാൽ മറ്റു മനുഷ്യരെ ഇലാ അജലിം മുസമ്മ, നിശ്ചിതമായ ഒരു ഡേറ്റിലേക്ക്, നിശ്ചിതമായ ഒരു കാലാവധിയിലേക്ക് അവരെ എഴുന്നേൽപ്പിച്ചു വിടുന്നു. അങ്ങനെ എഴുന്നേറ്റ് വന്നതുകൊണ്ടാണ് സഹോദരന്മാരെ നമ്മളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഉറക്കത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഹൃദയം, അതിൻ്റെ പമ്പിങ്, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ചെറിയൊരു സ്ട്രോക്ക് വന്നാൽ, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം ഒന്ന് നിലച്ചുപോയാൽ, നമ്മുടെ ശരീരം തണുത്തുറഞ്ഞ് നമുക്ക് വിളിച്ചാൽ ഉത്തരം പറയാത്തൊരു ലോകത്തേക്ക്, നിശബ്ദമായ ഒരു ലോകത്തേക്ക്, പടച്ച റബ്ബിലേക്ക് നാം യാത്രയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനടുത്ത അവസാനമായി അല്ലാഹു പറഞ്ഞത്, ഇതിലൊക്കെയും ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. റബ്ബ് ഓരോരോ ദൃഷ്ടാന്തങ്ങൾ എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക്, വെറുതെ ഭക്ഷണം കഴിച്ച് മൃഗങ്ങളെപ്പോലെ ഭോഗിച്ചും ഉറങ്ങിയും ജീവിക്കുന്നവർക്കല്ല, ചിന്തിക്കുന്നവർക്ക്. ഓരോ മരണവാർത്തകൾ കാണുമ്പോൾ ഇന്നലെ വരെ ഓടി നടന്ന മനുഷ്യൻ നിശ്ചലമായി ഒന്നും ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന കിടപ്പിൽ തന്നെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിച്ച് നിശ്ചലമായി അദ്ദേഹം കിടക്കുന്ന ആ കിടപ്പ് കാണുമ്പോൾ ചില ദൃഷ്ടാന്തങ്ങൾ, ചില ബോധനങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന ഫീ ദാലിക, ഇതിലൊക്കെയും മനുഷ്യരെ, വിശ്വാസികളെ, ലആയാത്തിൻ, അല്ലാഹു ഉണ്ട് എന്നും മരണാനന്തരം ഒരു ലോകമുണ്ട് എന്നും സ്വർഗനരകങ്ങളുണ്ട് എന്നും, ഇതൊന്നും യാദൃച്ഛികമല്ല, ഇതെല്ലാം റബ്ബിൻ്റെ കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെയാണ് നാം ഈ ലോകത്ത് ജീവിക്കുന്നതെന്നും, ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗമായി നാം ഇവിടെ ജീവിച്ചിട്ട് നാം അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകും എന്ന ഒരു തിരിച്ചറിവാണ്, ഒരു ദൃഷ്ടാന്തമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ആ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്, ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്തയാണ് നമ്മെ നന്മയിലേക്ക് പ്രാരിതമാക്കുന്നത്. നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ, സാമ്പത്തിക ഇടപാടുകളിൽ ഞാൻ കൃത്യമായത് അയാളെ കൊണ്ട് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ നാളെ പരലോകത്ത് ഞാൻ അവിടെ നിന്ദിതനാകാൻ പാടില്ല, ഞാൻ അവിടെ അപമാനിതനാകാൻ പാടില്ല. സഹോദരങ്ങളെ, നാം ചിന്തിച്ചു നോക്കുക, നാം ഓടിച്ചിരുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു ചെറിയ പെനാൽറ്റി നമ്മുടെ മൊബൈലിലെ മെസ്സേജിലേക്ക് വന്നാൽ നമ്മൾ അസ്വസ്ഥമാകും. നമ്മുടെ കോടതിയിൽ നിന്ന് ഒരു വാറണ്ട് ലെറ്റർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഭാര്യ വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ പേരുമുണ്ട്, നിങ്ങളുടെ ഉപ്പയുടെ പേരുമുണ്ട്, നിങ്ങൾക്ക് വന്നത് തന്നെയാണ്. കോടതിയിൽ നിന്നും വന്ന ഒരു വാറണ്ട് ലെറ്റർ നമുക്ക് വന്നാൽ നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകും. എന്നാൽ നരകത്തെക്കുറിച്ച്
അള്ളാഹുവിൻ്റെ പരലോകത്തെക്കുറിച്ച്, നാം മരണപ്പെട്ടു പോകുന്ന ഒറ്റയ്ക്കുള്ള ആ ലോകത്തെക്കുറിച്ച് ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ റബ്ബിനെ മനസ്സിലാക്കിയിട്ടാണോ, അവൻ്റെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടാണോ, അവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിക്കൊണ്ടാണോ, അവൻ ഓർമ്മിച്ചുകൊണ്ടാണോ, പരലോകത്ത് ഞാൻ വിജയിക്കാനുള്ള കർമ്മങ്ങളും പാഥേയങ്ങളും ഒരുക്കിക്കൊണ്ടാണോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ രോഗം വന്നാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ചികിത്സിക്കാനുള്ള ക്യാഷ് എൻ്റെ കൈവശമുണ്ട്, അധികാര സ്വാധീനങ്ങൾ എൻ്റെ കൈവശമുണ്ട്, ഏത് രോഗത്തിനും സംവിധാനമുള്ള ഹോസ്പിറ്റലുകൾ എനിക്ക് ചുറ്റുമുണ്ട് എന്ന് നാം വല്ലാതെ ആശ്വാസപ്പെടുമ്പോഴും സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് റബ്ബ് ചില തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. സൂറത്ത് യാസീനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന ഒരു ചെറിയ തിരിച്ചറിവുകളാണ്. വഖലഖനാ വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. സൂറത്ത് യാസീനിന്റെ 41 മുതൽ 44 വരെയുള്ള വചനങ്ങൾ ചില തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് ആ തിരിച്ചറിവ്? വആയത്തുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമാണ്. അവർക്ക് മാത്രമല്ല, നമുക്കും ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ് ആ ദൃഷ്ടാന്തം? അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. നിറഞ്ഞ കപ്പലുകളിൽ ആ മനുഷ്യരെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അത് തകർന്നും തളർന്നും പോകാതെ, സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് തകർന്നു പോകാതെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. അവർക്ക് സഞ്ചരിക്കാൻ വേണ്ടി കപ്പലുകൾ മാത്രമല്ല, ചെറിയ 2 വീലറാണെങ്കിലും, നാം ഉപയോഗിക്കുന്ന കാറാണെങ്കിലും, നാം യാത്ര ചെയ്യുന്ന ബസ്സാണെങ്കിലും, നാം യാത്ര ചെയ്തു പോകുന്ന ഫ്ലൈറ്റ് ആണെങ്കിലും, ഇതൊക്കെയും വലിയൊരു ദൃഷ്ടാന്തമാണ്. ഇതൊക്കെയും മനുഷ്യർക്ക് യാത്ര ചെയ്യാനും അതിനുള്ള സംവിധാനമാണ്. ഭൂമിയിലെ 20 ദശലക്ഷം ജീവജാലങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് അല്ലാഹു കഴിവും അതിൻ്റെതായ സൃഷ്ടിപ്പുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു മൃഗങ്ങൾക്കും നൽകാത്ത, ഒരു ജീവജാലങ്ങൾക്കും നൽകാത്ത കഴിവാണ്. ആറ്റിങ്ങൽ ടൗണിലൂടെ നാം നോക്കുമ്പോൾ വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്നവർ, വാഹനങ്ങൾ നിർമ്മിക്കുന്നവർ, അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന ബോധ്യപ്പെടുത്തലാണ്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ സമുദ്രത്തിലൂടെ കപ്പൽ മനുഷ്യരെയും വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നാം ഉദ്ദേശിച്ചാൽ അവരെ എനിക്ക് മുക്കിക്കൊല്ലാൻ കഴിയും. സമുദ്രത്തിലൂടെ നിർഭയത്വത്തോടുകൂടി എല്ലാം മറന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യരെ നാം ഉദ്ദേശിച്ചാൽ ആ സമുദ്രത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് മുക്കിത്താഴ്ത്താൻ എനിക്ക് കഴിയും. ആ സമയത്ത് ഫലാ സ്വരീഖ ലഹും വലാ ഹും യുൻഖദൂൻ. ആ സമുദ്രത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് ആ കപ്പല് മുങ്ങിത്താഴുമ്പോൾ അവർ നിലവിളിക്കും. അവരുടെ നിലവിളി ആരും കേൾക്കുകയില്ല, അവർക്കൊരു രക്ഷകനും ഉണ്ടാവുകയില്ല. വലാ ഹും യുൻഖദൂൻ, അവർ രക്ഷപ്പെടുകയുമില്ല. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ. നിരവധി മനുഷ്യരെ, വിശ്വാസികളായ മനുഷ്യരെ ഒരുപാട് കൊടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കിയവരാണ്. ആ മനുഷ്യര് ശക്തമായ കൊടുങ്കാറ്റിലും തീക്കാറ്റിലും ആ മനുഷ്യർ ദുരന്തത്തിൽപ്പെട്ടപ്പോൾ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ആ രാഷ്ട്രമാണ് മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കേണ്ടി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ എന്തെല്ലാം കഴിവുകൾ സമാഹരിച്ചാലും ശരി, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം അതൊരു ദുരന്തത്തിൽപ്പെട്ടാൽ, നാം യാത്ര ചെയ്യുന്ന കാറ് നമ്മുടെ കൊല്ലത്തു നിന്ന് യാത്ര ചെയ്തു വരുന്നു, പെട്ടെന്ന് ആ കാറിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു ലൈൻ ഷോർട്ട് സർക്യൂട്ടിലൂടെ ചെറുതായിട്ട് തീ ഇങ്ങനെ സ്പാർക്ക് ചെയ്യുന്നു. വാഹനം നിർത്താൻ ശ്രമിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഡോറുകൾ പിന്നീട് തുറക്കാൻ കഴിയില്ല.
അതിശക്തമായ ഒരു തീ അതിൻ്റെ ഉള്ളിൽ അനുഭവപ്പെട്ടാൽ, പെട്ടെന്ന് ആ കാറൊന്ന് കത്തിയമർന്നാൽ, ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് മനുഷ്യൻ അവിടെ കത്തിയമരുമ്പോഴും ഒരു രക്ഷാപ്രവർത്തകർക്കും അവിടെ കടന്നുവന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറഞ്ഞത്. പിന്നെ എന്താണ്? ഇല്ലാ റഹ്മതം മിന്നാ, എന്നിൽ നിന്നുള്ള ഒരു കാരുണ്യമായി കൊണ്ടാണ്. നിങ്ങൾ യാത്ര കഴിഞ്ഞ് ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ ഇറങ്ങുന്നത്, നിങ്ങൾ യാത്ര കഴിഞ്ഞ് നിങ്ങളുടെ കാർ പോർച്ചിലേക്ക് നിങ്ങളുടെ കാറ് കയറ്റിയിട്ട് നിങ്ങളുടെ കുടുംബവും മക്കളുമൊക്കെ ദുരന്തത്തിൽപ്പെട്ടു പോകാതെ ഇറങ്ങുന്നത്, ഒരു ഫ്ലൈറ്റ് ആ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒന്നുമില്ലാതെ അത് അവിടെ ലാൻഡ് ചെയ്യുന്നത് ഇല്ലാ റഹ്മതം മിന്നാ, എന്നിൽ നിന്നുള്ള കാരുണ്യമായി കൊണ്ടാണ്. ആ ഒരു ശുക്റാണ് വിശ്വാസികളെ നമുക്കുണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ദുരന്തങ്ങളിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മലക്കുകൾക്കോ ജിന്നുകൾക്കോ മരിച്ചുപോയ മഹാന്മാർക്കോ പ്രവാചകന്മാർക്കോ മനുഷ്യരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ദേവീദേവന്മാർക്കോ കഴിയുകയില്ല. ആരാണിതെല്ലാം നിയന്ത്രിക്കുന്നത്? ആരാണിതിനെയെല്ലാം സംവിധാനിക്കുന്നത്? നിങ്ങൾക്കൊരു കാലം തന്ന് ആ കാലം വരെ നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും വായുവും നൽകി ഈ ഭൂമിയിൽ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നു. സമയമാകുമ്പോൾ നിങ്ങൾ മരണപ്പെട്ടു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തെല്ലാം സംവിധാനങ്ങളുള്ള വാഹനങ്ങളിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിലും ശരി, ഒരു ദുരന്തം നിങ്ങളെ മാടി വിളിച്ചാൽ, ഒരു ദുരന്തത്തിലേക്ക് നിങ്ങൾ അകപ്പെട്ടാൽ നിങ്ങളുടെ വിളിനാദം ആരും കേൾക്കുകയില്ല. പിന്നെ സുരക്ഷിതമായി നിങ്ങൾ മടങ്ങിയെത്തുന്നത് ഇല്ലാ റഹ്മതം മിന്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നിൽ നിന്നുള്ള കാരുണ്യമായി കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമതാഅൻ ഇലാ ഹീൻ, ഒരു കാലം വരെയുള്ള അല്ലാഹു അവനെ നിശ്ചയിച്ചിരുന്ന അവൻ്റെ ആയുസ്സും സമയവും സന്ദർഭത്തിലേക്കും അവനെ നീക്കിക്കൊണ്ടുപോവുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല. നാം ഹോസ്പിറ്റലിൽ പോയി ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് നടത്തിയപ്പോൾ, ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കുഴപ്പവുമില്ല, ആരോഗ്യം ഫിറ്റാണ്, പ്രശ്നമില്ല. പക്ഷേ അയാൾ തിരിച്ചു വാഹനത്തിൽ കയറുമ്പോൾ പെട്ടെന്നൊരു ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു പോകുമ്പോഴും മനുഷ്യൻ അറിയുന്നില്ല, എൻ്റെ സമയവും സന്ദർഭവുമാകുമ്പോൾ ഈ ലോകത്തു നിന്ന് മരണപ്പെട്ടു പോകും. ഏതൊരു ദുരന്തമുഖത്തും ഏതൊരു പ്രതിസന്ധിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് നാം വാഹനം ഓൺ ചെയ്ത് അത് ഓഫാകുന്നതിന് മുമ്പ് നമുക്കെന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചാലോ സഹോദരങ്ങളെ, ആ ഒരു ദുരന്തങ്ങളും സംഭവിക്കാതെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മസ്ജിദിലേക്ക് എത്തിയത് ഇല്ലാ റഹ്മതം മിന്നാ, എന്നിൽ നിന്നുള്ള കാരുണ്യമായി കൊണ്ടാണ്. ഇല്ല വമതാഅൻ ഇലാ ഹീൻ, അവനെ നിശ്ചയിച്ച, ആ മനുഷ്യന് നിശ്ചയിച്ച ഒരു കാലാവധിയിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭം നമുക്കറിയുകയില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ വാഹനത്തിലേക്ക് യാത്ര ആരംഭിക്കുമ്പോൾ അവൻ്റെ വാഹനത്തിൽ കെട്ടിയിരിക്കുന്ന നൂലുകളോ ഏലസുകളോ മഖ്ബറകളിൽ നിന്നുള്ള നൂലുകളോ അതൊന്നും അവൻ്റെ വാഹനത്തെയോ അവൻ്റെ ജീവനോ സംരക്ഷണം നൽകുന്നില്ല. പിന്നെ ആരാണ് സംരക്ഷണം നൽകുന്നത്? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, സുബ്ഹാനല്ലദി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു. വാഹനം മൂവിങ് ആയി കഴിഞ്ഞാൽ, യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന സുബ്ഹാനല്ലദി, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു. സഖറ ലനാ, നീയാണ് ഞങ്ങൾക്ക് ഈ വാഹനം വിധേയമാക്കി തന്നത്, ഇതിനെ ഇണക്കി തന്നത്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഞങ്ങൾക്കിതിനെ ഇണക്കമാക്കാൻ, ഞാനിതിനെ ഓടിച്ച് നടക്കുകയാണെങ്കിലും റബ്ബേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെ ദുരന്തങ്ങളിലും പ്രതിസന്ധികളിലും പെട്ടുപോകാതെ ഇതിനെ സംരക്ഷിച്ചു പോകുന്നത്, എൻ്റെ ജീവന് സംരക്ഷണം നൽകുന്നത് റബ്ബേ നീയാണ് എന്ന തിരിച്ചറിവാണ് ആ പ്രാർത്ഥന നമുക്ക് നൽകുന്നത്. അവസാനം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും നിങ്ങളുടെ മടക്കം നമ്മുടെ അടുത്തേക്കാണ്. ഏതേത് പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാലും
അതിൻ്റെ എല്ലാം അവസാനം അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വഇലൈഹിൻ നുശൂർ, നമ്മുടെ മടക്കം അള്ളാഹുവിലേക്കാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് സഹോദരങ്ങളെ. ഈ വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് ചില ചിന്താധാരകൾ, നമുക്ക് ചില ചിന്തകളാണ് നമുക്ക് നൽകുന്നത്. റബ്ബിനെ നാം കാണുന്നില്ലെങ്കിലും, റബ്ബിൻ്റെ പരലോകം നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും, മലക്കുകളെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അള്ളാഹു ഉണ്ട് എന്നും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മേളിലാണ് നമ്മളൊക്കെയും ജീവിച്ചു പോകുന്നത്. നമ്മുടെ ആരോഗ്യം, അതുപോലെ തന്നെ മറ്റൊരാളുടെയും പരസഹായം കൂടാതെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കുവാനുള്ള ആ കഴിവ്, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകാതെ, മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കാതെ ആരോഗ്യത്തോടെ നമ്മൾ ജീവിക്കുന്നത് ഇല്ലാ റഹ്മതം മിന്ന, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ചിന്തിക്കാനുള്ള ഹൃദയവും കാണാനുള്ള കണ്ണും അവയവങ്ങളുമൊക്കെ നൽകിയാലും ഖലീലൻ മാ തഷ്കുറൂൻ, ശുക്ർ ചെയ്യുന്നവർ, നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ്. നമ്മൾ റുക്കൂഇലേക്ക് പോകുമ്പോൾ, നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ സർവ്വതും അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. എന്നെയും എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ കുടുംബത്തെയും ദുരന്തങ്ങളിൽപ്പെടുത്താതെ, അപകടങ്ങളിൽപ്പെടുത്താതെ, പ്രതിസന്ധികളിൽപ്പെടുത്താതെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇല്ലാ റഹ്മതം മിന്ന, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. ഈ ഒരു കൃതജ്ഞത, ഈ ഒരു ശുക്ർ, ഈ ഒരു നന്ദി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീർ തുള്ളികൾ വരുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ ഞാൻ അറിയേണ്ടതുപോലെ അറിയുന്നില്ലല്ലോ, എൻ്റെ റബ്ബിനെ ഞാൻ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ലല്ലോ. എത്രയോ സഹോദരങ്ങളാണ് തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ട് മൂക്കിലൂടെ ഒരു ട്യൂബിട്ട് അവർ ആഹാരം കഴിക്കുമ്പോൾ പ്രതിസന്ധികളൊന്നും കൂടാതെ ആഹാരം ടേസ്റ്റ് അറിഞ്ഞ്, രുചിയറിഞ്ഞ്, ആസ്വദിച്ച് അത് കഴിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യമാണ്. അതിൻ്റെ ശുക്രാണ്, അതിൻ്റെ നന്ദിയാണ്. അവനോടൊന്നിനെയും പങ്കു ചേർക്കാതെ പുരോഹിതന്മാർ നമ്മെ എന്തിലേക്കെല്ലാം ക്ഷണിച്ചാലും, ജാറങ്ങളിലേക്കും കബറുകളിലേക്കും ജിന്നുകളിലേക്കും മനുഷ്യരിലേക്കും സൃഷ്ടികളിലേക്കും നയിച്ചാലും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് 5 നേരത്തെ നമസ്കാരത്തിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. കാരണം ഞങ്ങൾ ഇല്ലാ റഹ്മതം മിന്ന, നിന്റെ കാരുണ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ശ്വസിക്കുന്നത്. നിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഹിദായത്ത് കിട്ടിയത്. ആ ഒരു ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ശിർക്കിൽ നിന്ന്, ബഹുദൈവ ആരാധനയിൽ നിന്ന് സഹോദരങ്ങളെ നമ്മളൊക്കെയും സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കില്ലാതെ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ എൻ്റെ റബ്ബിനെ ഉൾക്കൊണ്ടിട്ടില്ലല്ലോ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ ബാത്റൂമിലേക്ക് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗുഫ്റാനക എന്ന് പറയാറുണ്ട്. എന്താണ് സഹോദരങ്ങളെ? ഞാൻ രാത്രിയിൽ കഴിച്ച ഭക്ഷണം എൻ്റെ ശരീരം അത് ദഹിപ്പിച്ചു, തടസ്സങ്ങളൊന്നും കൂടാതെ എൻ്റെ ശരീരത്തിൽ നിന്നതിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട്, പ്രതിസന്ധികളൊന്നും കൂടാതെ എൻ്റെ ശരീരത്തിൽ തടഞ്ഞു നിന്ന ആ മാലിന്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി എനിക്ക് വേദനയില്ലാതെ എനിക്ക് ആശ്വാസമൊക്കെ നൽകിയിട്ടും റബ്ബേ, നിന്നെ അനുസരിക്കാൻ, നിന്നെ ഉൾക്കൊള്ളാൻ, നിന്നെ സൂക്ഷിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നില്ല റബ്ബേ. ഗുഫ്റാനക